നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 806th day. Today 28th sloka of Prathama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 806-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ, ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ, ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നമ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ, ആത്മാരാമായ ശാന്തായ കൈവല്യപതയെ നമ. വളരെ എളുപ്പമാണ്. അകിഞ്ചന വിത്തായ എന്ന് പറഞ്ഞാൽ അകിഞ്ചനന്മാരാകുന്ന ധനത്തോടു കൂടിയവനും, അതായത് ഭഗവത് ഭക്തിയാകുന്ന ധനത്തോടു കൂടിയ അവരും, അല്ലെങ്കിൽ അങ്ങനെ വരെയൊന്നും ആശ്രയിക്കാത്തവരുടെ ധനമായിരിക്കുന്നവർ. അങ്ങനെയും രണ്ടു വിധത്തിൽ ചിന്തിക്കാം. നിവൃത്ത ഗുണവൃത്തിയെ, നിവൃത്തികളായ ഗുണവൃത്തിയോട് കൂടിയവൻ, അതായത് മറ്റുള്ള ഗുണങ്ങളൊന്നും, എല്ലാ ഗുണങ്ങളിൽ നിന്നും നിവൃത്തി നേടിയവനും, ആത്മാരാമായ ആത്മാവിൽ തന്നെ രമിക്കുന്നവനും, ശാന്തായ രാഗാതിവൃത്തികൾ ഇല്ലാത്തവനും, കൈവല്യപതയെ കൈവല്യത്തിൻ്റെ നാഥനുമായ കൃഷ്ണായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. കൈവല്യപതയെ നമസ്കരിക്കുന്നു. ആ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പ്രാർത്ഥിക്കുകയാണ് ദേവി. അതായത് നിന്തിരുവടിയല്ലാതെ വേറെ ആരും ശരണം ഇല്ലെന്നുറച്ചിരിക്കുന്ന ഭക്തന്മാരെ സർവസ്വവുമായി കരുതുന്നവനും, എല്ലാവരുടെയും ആത്മാനന്ദത്തിൽ സന്തോഷിച്ചിരിക്കുന്നവനും, ധർമാർത്ഥ കാമ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവനും പ്രസക്തിയില്ലാത്തവനും, മോക്ഷത്തെ നൽകുവാൻ, കൈവല്യം നൽകുവാൻ സാധിക്കുന്ന ഭഗവാനും, എപ്പോഴും ശാന്തനായിട്ടുള്ള രാഗാതിവൃത്തികളൊന്നുമില്ലാത്ത ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട്, ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ സർവാത്മന തന്നെ പ്രാപിച്ച സാധുക്കളെ ഭഗവാൻ പ്രിയപ്പെട്ട ധനത്തെ രക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കും. ഭഗവാന് ഗുണാതിവൃത്തികളില്ലാത്തതിനാൽ ധനവാനിൽ നിന്നും ഒന്നും ഭഗവാൻ പൂജകളോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യനിൽ നിന്ന് ഭഗവാന് ലഭിക്കേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല. എന്നാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ ലയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ആത്മാനന്ദത്തിൽ രമിക്കുന്ന ആ ഭഗവാൻ മറ്റുള്ളവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും തന്നെ ആശ്രയമായി കരുതുന്നവരെ എപ്പോഴും ആ ഭഗവാൻ സംരക്ഷിക്കും. ഭഗവാന് വേണ്ടത് തന്നെ സർവാത്മന ശരണം ഭാവിച്ചവരെ രക്ഷിക്കണം, തന്നെ പ്രാപിപ്പിക്കണം എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഐഹിക സുഖങ്ങൾക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഈ ലോകത്തുള്ള സുഖങ്ങൾക്ക് വേണ്ടി, നിഹലോകത്തിലുള്ള സുഖത്തിനു വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമല്ല. ആ ഭഗവാനെ തന്നെ പ്രാപിക്കുവാൻ വേണ്ടിയായിരിക്കണം ഭഗവാനെ ഭജിക്കേണ്ടത് എന്നുകൂടി ദേവിയുടെ സ്പഷ്ടമാക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ,
ആത്മാ രാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.